ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. ശക്തിക്കു തക്ക വഴി യുദ്ധം ഭജിപ്പവന് ഭക്ത്യാ വിദേഹദൃഢം വിശ്വാസമോടുമത ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിന് അയക്കുന്നതെന്നു ഹരിനാരായണായ നമ. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിരവധി മാർഗങ്ങളുണ്ട്. എൻ്റെ വഴി മാത്രം ശരിയെന്നൊന്നില്ല. ഭിന്നരായ മനുഷ്യർക്ക് വിഭിന്ന രുചികളുണ്ട്. ഒരാളുടെ വഴി മറ്റൊരാൾ തിരഞ്ഞെടുക്കണം എന്നുമില്ല. ഓരോരുത്തരും സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നത് അവരവരുടെ മാനസിക ഘടനയ്ക്ക് അനുസൃതമായിട്ടാണ്. ആധ്യാത്മികതയിലും ഇതിന് മാറ്റമില്ല. സാക്ഷാത്കാരമാണ് ലക്ഷ്യമെങ്കിലും ഓരോ വ്യക്തിക്കും തിരഞ്ഞെടുക്കാവുന്ന വഴികളുണ്ട് ഇവിടെ. ഏറ്റവും സാധാരണമായ നാമജപമാകാം, സഗുണോപാസനയാകാം, വിരാട് രൂപത്തിൻ്റെ ഉപാസനയും ആകാം, നിർഗുണോപാസനയും ആകാം. ഏതാണ് തനിക്ക് ഇണങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഭക്തിപൂർവം ഭജനം ചെയ്യുക, മനനം ചെയ്യുക. പക്ഷെ ഒന്നുണ്ട്, ഈശ്വരോപാസന ഒരു ചടങ്ങായി മാറരുത്. അതിൽ ആത്മസമർപ്പണം വേണം. ഇന്ന് അനേകം ചടങ്ങുകൾക്കുള്ളിലാണ് നാം പുലരുന്നത്. ആചരിക്കേണ്ടവ ചടങ്ങുകളാകുമ്പോൾ ആർജവം നഷ്ടമാകും. അവയ്ക്ക് ആത്മാവില്ലാതെയാകും. മറ്റാർക്കോ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാകും. അതിനാൽ ആചാര്യൻ പറയുന്നു, ദേഹബുദ്ധി കടന്നു വരരുത് എന്ന്. ഈ ശരീരമാണ് ഞാൻ, ഈ ശരീരത്തിൻ്റെ വാസനകളാണ് എനിക്ക് പ്രാധാന്യം എന്ന് ഉണ്ടാകരുത്. വിദേഹി ആകുക. മാത്രമല്ല, ദൃഢവിശ്വാസവും ഭക്തിയും നിർബന്ധമായും ഉണ്ടാകണം. സങ്കല്പം ശക്തമാകുന്നതാണ് വിശ്വാസം. ഉണ്ടെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് തന്നെ നടക്കണം. അതിന് ഭക്തിയും കൂടെ വേണം. സ്നേഹാദരങ്ങൾ വേണം. സ്നേഹാദരങ്ങൾ ഉണ്ടെങ്കിലേ നാം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകൂ. അല്ലാത്ത പക്ഷം പല പല കാരണങ്ങൾ കണ്ടെത്തി ഒഴിയാൻ പരമാവധി ശ്രമിക്കും. ആത്മാർപ്പണം സാധ്യമല്ലാത്ത കർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. എവിടെയാണോ ഏതിലാണോ താല്പര്യം അതിൽ മുഴുകിയിരിക്കുക. അവിടെയാകട്ടെ സാക്ഷാത്കാരം. ഭഗവത് പാദസ്മരണം മറ്റൊരാളെ നിർബന്ധിച്ച് എത്തിക്കുന്ന പ്രക്രിയ ആകരുത്. സ്വയം മനസ്സിലാക്കുമ്പോൾ താനേ എത്തിച്ചേരും. ഇനി ഒരുപക്ഷെ മനസ്സിലാകുന്നില്ല എങ്കിലും സാരമില്ല. അത് ആ ജീവന്റെ പരിമിതിയാണ്, ആ മനസ്സിന്റെ താല്പര്യവുമാണ്. ഇവിടെ എഴുത്തച്ഛന് ഭഗവത് പാദസ്മൃതി ഉണ്ടാകുവാൻ താല്പര്യമുണ്ട്. അദ്ദേഹം നമസ്കരിച്ച് പറയുന്നതും അതുതന്നെയാണ്.